Dear students, ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങളോട് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത് മോണിറ്ററി പോളിസിനെ പറ്റിയിട്ടാണ്. ഒരു രാജ്യത്തെ ഗവൺമെൻറ് അഡോപ്റ്റ് ചെയ്യുന്ന ഇക്കണോമിക് പോളിസികളിൽ രണ്ട് പ്രധാനപ്പെട്ട പോളിസികളാണുള്ളത്. ഒന്ന് മോണിറ്ററി പോളിസിയും രണ്ടാമത്തേത് ഫിസ്ക്കൽ പോളിസി. അതിലെ മോണിറ്ററി പോളിസി എന്താണെന്നാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയുവാനായിട്ട് ഉദ്ദേശിക്കുന്നത്. So the monetary policy is the policy adopted by the central bank of a country to regulate money supply and to promote sustainable economic growth. അപ്പോൾ മോണിറ്ററി പോളിസീസ് എന്ന് പറയുന്നത് അഡോപ്റ്റ് ചെയ്യുന്നത് സെൻട്രൽ ബാങ്കാണ്. ഗവൺമെൻറ്റിന് വേണ്ടി സെൻട്രൽ ബാങ്കാണ് ഒരു രാജ്യത്തെ മോണിറ്ററി പോളിസി അഡോപ്റ്റ് ചെയ്യുന്നത്. അതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ടു റെഗുലേറ്റ് ദ മണി സപ്ലൈ, പണത്തിൻ്റെ ലഭ്യത അല്ലെങ്കിൽ പണത്തിൻ്റെ സപ്ലൈ നിയന്ത്രിക്കുക എന്നുള്ളതാണ്. പണത്തിൻ്റെ സപ്ലൈ നിയന്ത്രിക്കുക വഴി ഇക്കണോമിക് ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ് മോണിറ്ററി പോളിസിയുടെ. അതിനുവേണ്ടി അഡോപ്റ്റ് ചെയ്യുന്ന പോളിസിയാണ് മോണിറ്ററി പോളിസി എന്ന് പറയുന്നത്. സോ ദ മോണിറ്ററി പോളിസി ഇസ് ദ പോളിസി അഡോപ്റ്റഡ് ബൈ ദ സെൻട്രൽ ബാങ്ക് ഓഫ് ദ കൺട്രി ടു റെഗുലേറ്റ് മണി സപ്ലൈ ഇൻ ഓർഡർ ടു പ്രൊമോട്ട് സസ്റ്റൈനബിൾ ഇക്കണോമിക് ഗ്രോത്ത്. Now we look into the important objectives of monetary policy. മോണിറ്ററി പോളിസിക്ക് പ്രധാനമായിട്ടും 5 പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്സ് ആണ് ഉള്ളത്. ഒന്നാമത്തെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ടു കൺട്രോൾ ദ ബിസിനസ് സൈക്കിൾസ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ബിസിനസ് സൈക്കിൾസ് അതിൻ്റെ പല ഫേസുകളെല്ലാം കണ്ടു കഴിഞ്ഞു. ഈ ബിസിനസ് സൈക്കിൾസ് ഇങ്ങനെ വയലന്റ് ഫ്ലക്ച്വേഷൻസ് ഇൻ ബിസിനസ് ആക്ടിവിറ്റി, അതുമൂലം ഇക്കണോമിയിലെ വളരെയധികം പ്രശ്നങ്ങൾ ഈ ബിസിനസ് സൈക്കിൾസ് മൂലം ഇക്കോണമിയിൽ ഉണ്ടാകും. ഇപ്പോൾ ബൂം എന്നൊക്കെ പറയുകയാണെങ്കിൽ വളരെ ഉയർന്ന രീതിയിൽ ഇക്കണോമിക് ആക്ടിവിറ്റി പോകും, അല്ലെങ്കിൽ ഡിപ്രഷനിൽ വളരെ താഴ്ന്ന ലെവലിലേക്ക് പോകും. ഇതുമൂലം ഒരുപാട് പ്രശ്നങ്ങൾ ഒരു ഇക്കോണമിയിൽ സൃഷ്ടിക്കും. അത് ഒഴിവാക്കുന്നതിന്, അപ്പോൾ ബിസിനസ് സൈക്കിൾ വയലന്റ് ഫ്ലക്ച്വേഷൻസ് ഇൻ ബിസിനസ് ആക്ടിവിറ്റി ഒഴിവാക്കുന്നതിനായിട്ട് മോണിറ്ററി പോളിസി അഡോപ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ മോണിറ്ററി പോളിസി അങ്ങനെ ബിസിനസ് ഫ്ലക്ച്വേഷൻസിനെ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മോണിറ്ററി പോളിസി നമ്മൾ ഉപയോഗിക്കുന്നു. അതാണ് മോണിറ്ററി പോളിസിയുടെ ഒന്നാമത്തെ ഒബ്ജക്റ്റീവ്. രണ്ടാമത്തെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് പ്രൈസ് സ്റ്റെബിലിറ്റിയാണ്, വില സ്ഥിരത ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. സോ ദ മോണിറ്ററി പോളിസി ക്യാൻ ഓൾസോ ബി യൂസ്ഫുൾ ടു റെഗുലേറ്റ് ദ പ്രൈസസ്. അല്ലെ, പ്രൈസസിലുണ്ടാകുന്ന ഫ്ലക്ച്വേഷൻസ്, പ്രൈസസിൽ വളരെ ചില സാധനങ്ങളുടെ പ്രൈസ് വളരെ പെട്ടെന്ന് വല്ലാണ്ട് കൂടുന്നു, ചിലത് കുറയുന്നു, എസ്പെഷ്യലി ഇൻ ദ കേസ് ഓഫ് അഗ്രികൾച്ചറൽ കമ്മോഡിറ്റീസ്. ദാറ്റ് വിൽ അഫക്ട് ദി കൺസ്യൂമേഴ്സ് ആൻഡ് ഓൾസോ ഫാർമേഴ്സ്. അപ്പോൾ ഇത് കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും മോണിറ്ററി പോളിസി ഉപയോഗിക്കാം. പ്രൈസിൽ ഒരു വയലന്റ് ഫ്ലക്ച്വേഷൻസ് ഇൻ പ്രൈസസ് ടു ബി റെഗുലേറ്റഡ്, പ്രൈസസ് ടു ബി കൺട്രോൾഡ്. അതിനെ പ്രൈസ് സ്റ്റെബിലിറ്റി ഉറപ്പുവരുത്താനും മോണിറ്ററി പോളിസി ഉപയോഗിക്കാം. മൂന്നാമത്തെ മോണിറ്ററി പോളിസിയുടെ ഒബ്ജക്റ്റീവാണ് എക്സ്ചേഞ്ച് റേറ്റ് സ്റ്റെബിലിറ്റി. പ്രൈസ് സ്റ്റെബിലിറ്റി പോലെ തന്നെ പ്രാധാന്യമുള്ളതാണ് എക്സ്ചേഞ്ച് റേറ്റ് സ്റ്റെബിലിറ്റി. എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? വൺ നേഷൻസ് കറൻസീസ് എക്സ്ചേഞ്ച്ഡ് ഫോർ അനദർ നേഷൻസ് കറൻസി. ഫോർ എക്സാമ്പിൾ, ദി റേറ്റ് അറ്റ് വിച്ച് ഇന്ത്യൻ റുപ്പീസ് എക്സ്ചേഞ്ച്ഡ് ഫോർ $. അതിനെയാണ് നമ്മൾ എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ എക്സ്ചേഞ്ച് റേറ്റിലും ഉണ്ടാകുന്ന ഫ്ലക്ച്വേഷൻസ് എന്താണ്? നമ്മുടെ വിദേശ വ്യാപാരത്തെ, ഫോറിൻ ട്രേഡിനെ എല്ലാം ഒരുപാട് അത് അഫക്റ്റ് ചെയ്യും. അപ്പോൾ എക്സ്ചേഞ്ച് റേറ്റും വലിയ മാറ്റമൊന്നും ഇല്ലാണ്ട് ഒരുമാതിരി സ്ഥിരമായിട്ട് നിന്നാൽ മാത്രമേ രാജ്യത്ത് ഇന്റർനാഷണൽ ട്രേഡ് സുഗമമായ രീതിയിൽ നടക്കുകയുള്ളൂ. അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെന്റ്, ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് എല്ലാം രാജ്യത്തേക്ക് വരികയുള്ളൂ. അപ്പോൾ എക്സ്ചേഞ്ച് റേറ്റ് സ്റ്റെബിലിറ്റി മൂന്നാമത് മോണിറ്ററി പോളിസിയുടെ ഒരു ഒബ്ജക്റ്റീവാണ്. നാലാമത്തെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ടു ക്രിയേറ്റ് മോർ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ്. അല്ലേ, ഒരു രാജ്യത്ത് തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുക. എങ്ങനെയാണ്? മോണിറ്ററി പോളിസി ക്യാൻ പ്രൊമോട്ട് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ്. ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട്, അതായത് കൂടുതൽ ഫണ്ട്സ് ഇൻഡസ്ട്രിക്ക് കൊടുക്കുന്ന വഴി പല ഇൻഡസ്ട്രീസും ഡെവലപ്പ് ചെയ്യുന്ന വഴി ഒരുപാട് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് കിട്ടും. അങ്ങനെ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് കൂടുതൽ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത് മോണിറ്ററി പോളിസിയുടെ നാലാമത്തെ ഒരു ഒബ്ജക്റ്റീവാണ്. അഞ്ചാമത്തെ ഒബ്ജക്റ്റീവ്, ഏറ്റവും പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഫാസ്റ്റർ ഇക്കണോമിക് ഗ്രോത്ത്. നമ്മളതിന്റെ ഡെഫിനേഷൻ തന്നെ പറഞ്ഞതാണ്. മോണിറ്ററി പോളിസിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവിലൊന്നാണ് ഫാസ്റ്റർ ഇക്കണോമിക് ഗ്രോത്ത്. രാജ്യത്തിന്റെ സാമ്പത്തിക വികസനം കൈവരിക്കുക, ദാറ്റ് ഈസ് ഇൻവെസ്റ്റ്മെന്റ് ഇൻ ഡിഫറന്റ് സെക്ടേഴ്സ് ഓർ ഡിഫറന്റ് ഏരിയാസ് ഓഫ് ദി ഇക്കോണമി, പ്രൊമോഷൻ ഓഫ് അഗ്രികൾച്ചർ, ഇൻഡസ്ട്രി, അങ്ങനെയുള്ള എല്ലാ മേഖലകളെയും, അതുപോലെ തന്നെ ഒരു ഇക്കോണമിയുടെ എല്ലാ ഭാഗങ്ങളെയും വികസിപ്പിച്ചുകൊണ്ട് ഒരു രാജ്യത്തിലെ സാമ്പത്തിക വളർച്ച കൈവരിക്കുക എന്നുള്ളതാണ് മോണിറ്ററി പോളിസിയുടെ അഞ്ചാമത്തെ ഒബ്ജക്റ്റീവ്. അങ്ങനെ 5 ഒബ്ജക്റ്റീവ്സുകളാണ് മോണിറ്ററി പോളിസിക്ക് ഉള്ളത്. ഒന്ന് എന്ന് പറഞ്ഞു, ആദ്യത്തെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എന്താണ്? കൺട്രോൾ ബിസിനസ് സൈക്കിൾസ്. രണ്ടാമത് പ്രൈസ് സ്റ്റെബിലിറ്റി. മൂന്നാമത് എക്സ്ചേഞ്ച് റേറ്റ് സ്റ്റെബിലിറ്റി. നാലാമത് ടു ക്രിയേറ്റ് മോർ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ്. അവസാനമായിട്ട് പറഞ്ഞത് ഫാസ്റ്റർ ഇക്കണോമിക് ഗ്രോത്ത്. നൗ വി ലുക്ക് ഇൻ ടു ദ ഇമ്പോർട്ടൻറ്റ് വെപ്പൺസ് ഓർ ദ ടൂൾസ് ഓഫ് മോണിറ്ററി പോളിസി.
മോണിറ്ററി പോളിസി അഡോപ്റ്റ് ചെയ്യുന്ന ടൂൾസ് എന്തെല്ലാമാണ് മോണിറ്ററി പോളിസിയുടെ ടൂൾസായിട്ട് ബാങ്ക് അഡോപ്റ്റ് ചെയ്യുന്നത്? അതിനെപ്പറ്റി നിങ്ങൾ പത്രത്തിലൂടെ അത് കേട്ടിട്ടുണ്ടാവും. സോ വി ക്യാൻ ഡിവൈഡ് ദ ടൂൾസ് ഇൻ ടു ദി മെത്തേഡ്സ് ഓഫ് ക്രെഡിറ്റ് കൺട്രോൾ. അതായത് ക്രെഡിറ്റ് വായ്പയെ നിയന്ത്രിക്കുന്ന ടൂൾസായിട്ടാണ് നമ്മൾ ഈ മോണിറ്ററി പോളിസിയുടെ ടൂൾസിന് നമ്മളതിനെ പറയുന്നത്. അതിന് നമ്മൾ രണ്ട് രീതിയിലാണ് തരംതിരിച്ചിരിക്കുന്നത്. ഒന്ന് ക്വാണ്ടിറ്റേറ്റീവ് ടൂൾസ് ആൻഡ് ക്വാളിറ്റേറ്റീവ് ടൂൾസ്. ക്വാണ്ടിറ്റേറ്റീവ് ടൂൾസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടു ദേ റെഗുലേറ്റ് ദ ക്വാണ്ടിറ്റി ഓഫ് ക്രെഡിറ്റ്. ക്രെഡിറ്റിൻ്റെ അല്ലെങ്കിൽ വായ്പയുടെ അളവ്, അതിൻ്റെ അളവിനെ നിയന്ത്രിക്കുന്ന അതാണ് ക്വാണ്ടിറ്റേറ്റീവ് ടൂൾസ് ഓഫ് ക്രെഡിറ്റ് അല്ലെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ് വെപ്പൺസ് ഓഫ് ക്രെഡിറ്റ് കൺട്രോൾ എന്ന് പറയുന്നത്. അപ്പോൾ അത് നിയന്ത്രിക്കുന്നത് വായ്പയുടെ അളവാണ്. അത് എത്രമാത്രം വരെ ആകാം, അതിനെ ഇൻക്രീസ് ചെയ്യുകയും ഡിക്രീസ് ചെയ്യുകയും ചെയ്യുന്നതാണ് ക്വാണ്ടിറ്റേറ്റീവ് ടൂൾസ് ഓഫ് മോണിറ്ററി പോളിസി. ക്വാണ്ടിറ്റേറ്റീവ് ടൂൾസ് പ്രധാനമായിട്ടും 4 എന്നാണ് ഉള്ളത്. ദർ ആർ 4 മെയിൻ ക്വാണ്ടിറ്റേറ്റീവ് ടൂൾസ്. ഒന്നാമത്തെന്ന് പറയുന്നത് ബാങ്ക് റേറ്റ് ആണ്. ബാങ്ക് റേറ്റ് ഈസ് ദ റേറ്റ് അറ്റ് വിച്ച് ദ സെൻട്രൽ ബാങ്ക് ലെൻഡ് മണി ടു കമേഴ്ഷ്യൽ ബാങ്ക്സ്. കമേഴ്ഷ്യൽ ബാങ്ക്സിന് മറ്റ് ബാങ്കുകൾക്ക് സെൻട്രൽ ബാങ്ക് പണം കൊടുക്കുന്ന റേറ്റിനെയാണ് ബാങ്ക് റേറ്റ് എന്ന് പറയുന്നത്. ദ ബാങ്ക് റേറ്റ് ആർ ഗിവൻ വിത്തൗട്ട് എനി സെക്യൂരിറ്റി. കടമാണത്. അത് ഒരു കടം കൊടുക്കുന്നതാണ്. അതിന് ഒരു സെക്യൂരിറ്റി ഒന്നും ആവശ്യമില്ലാതെ തന്നെ സെൻട്രൽ ബാങ്കുകൾ കമേഴ്ഷ്യൽ ബാങ്കുകൾക്ക് അത്യാവശ്യ ഘട്ടങ്ങളിൽ പണം കൊടുക്കുന്നതിനെയാണ് ലെൻഡ് ചെയ്യുന്നതിനെയാണ് ബാങ്ക് റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ബാങ്ക് റേറ്റ് ഒരു പ്രധാനപ്പെട്ട ഒരു മോണിറ്ററി പോളിസിയുടെ ഒരു ടൂളാണ്. രണ്ടാമത്തെ ഒരു ക്വാണ്ടിറ്റേറ്റീവ് ടൂളാണ് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ്. ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ എന്നാണ് ദേ ആർ ദി പർച്ചേസ് ആൻഡ് സെയിൽ ഓഫ് സെക്യൂരിറ്റീസ് ബൈ ദ സെൻട്രൽ ബാങ്ക് ഇൻ ദ ഓപ്പൺ മാർക്കറ്റ്. അതായത് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇറക്കുന്ന സെക്യൂരിറ്റികൾ, ഷെയറുകൾ, അത് മാർക്കറ്റിൽ പർച്ചേസ് ചെയ്യുകയും സെല്ല് ചെയ്യുകയും ചെയ്യുന്നു. അതിനെയാണ് ഓപ്പൺ മാർക്കറ്റ്. ദേ ആർ പർച്ചേസ് ആൻഡ് സെൽ ഇൻ ദ ഓപ്പൺ മാർക്കറ്റ്. അതിനെയാണ് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. ഇതാണ് മോണിറ്ററി പോളിസിയുടെ രണ്ടാമത്തെ ക്വാണ്ടിറ്റേറ്റീവ് ടൂൾസിലെ രണ്ടാമത്തെ എന്ന് പറയുന്നത്. മൂന്നാമത്തതാണ് ദി CRR, ക്യാഷ് റിസർവ് റേഷ്യോ. ക്യാഷ് റിസർവ് റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓൾ കമേഴ്ഷ്യൽ ബാങ്ക്സ് ആർ റിക്വയർഡ് ടു കീപ് എ സർട്ടൻ പെർസെൻറ്റേജ് ഓഫ് ദെയർ ഡെപ്പോസിറ്റ്സ് വിത്ത് ദി സെൻട്രൽ ബാങ്ക്. എല്ലാ കമേഴ്ഷ്യൽ ബാങ്കുകളും അവരുടെ മൊത്തം ഡെപ്പോസിറ്റിൻ്റെ ഒരു നിശ്ചിത ശതമാനം സെൻട്രൽ ബാങ്കിൽ കീപ്പ് ചെയ്യേണ്ടതുണ്ട്. ഇതിനെയാണ് നമ്മൾ പറയുന്നത് ക്യാഷ് റിസർവ് റേഷ്യോ. കമേഴ്ഷ്യൽ ബാങ്ക് അവരുടെ കയ്യിൽ കീപ്പ് ചെയ്യുന്നതല്ല, ഈ സെൻട്രൽ ബാങ്കിൽ കീപ്പ് ചെയ്യുന്നതിനെയാണ് ക്യാഷ് റിസർവ് റേഷ്യോ എന്ന് പറയുന്നത്. അപ്പോൾ ഈ റേഷ്യോ സെൻട്രൽ ബാങ്ക് ആവശ്യമനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യും. അതിന് നമ്മൾ വേരിയബിൾ റിസർവ് റേഷ്യോ എന്നാണ് ശരിക്കും പറയുന്നത്. കാരണം അത് വേരി ചെയ്യാനുള്ള സ്വാതന്ത്ര്യം സെൻട്രൽ ബാങ്കിന് ഉണ്ട്. ഒരു ഇക്കോണമിയുടെ സാഹചര്യങ്ങളനുസരിച്ച് സെൻട്രൽ ബാങ്ക് ഈ CRR റിസർവ് റേഷ്യോ കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യും. 10% 12% അല്ലെങ്കിൽ ചിലപ്പോൾ 8% കുറയ്ക്കുകയോ അങ്ങനെ സെൻട്രൽ ബാങ്കിന് അതിനുള്ള സ്വാതന്ത്ര്യം ഉണ്ട്. അതാണ് CRR എന്ന് പറയുന്നത്. നാലാമത്തെ ക്വാണ്ടിറ്റേറ്റീവ് ടൂൾസാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ബാങ്കുകൾ ഉപയോഗിക്കുന്ന ടൂളാണ് റിപ്പോ റേറ്റും റിവേഴ്സ് റിപ്പോ റേറ്റും. റിപ്പോ റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? റിപ്പോ റേറ്റ് REPO, റിപ്പോ റേറ്റ് പത്രത്തിൽ എപ്പോഴും കാണുന്നതാണ്. റിപ്പോ റേറ്റ് എന്ന് പറഞ്ഞാൽ ദി റേറ്റ് അറ്റ് വിച്ച് ദ RBI ഓർ ദ സെൻട്രൽ ബാങ്ക് ലെൻഡ് മണി ടു കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ബൈ ഡിസ്കൗണ്ടിങ് ദെയർ ബിൽസ്. അപ്പോൾ റിപ്പോ റേറ്റ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് ബാങ്ക് റേറ്റുമായിട്ട് നിങ്ങൾ കൺഫ്യൂഷൻ ആവരുത്. ബാങ്ക് റേറ്റ് ഞാൻ പറഞ്ഞു അതൊരു സെക്യൂരിറ്റി ഇല്ലാണ്ട് തന്നെ കൊടുക്കുന്നതാണ്. ബാങ്ക് റേറ്റ് എന്ന് പറയുന്നത് സെൻട്രൽ ബാങ്ക് കൊമേഴ്ഷ്യൽ ബാങ്കുകൾക്ക് കൊടുക്കുന്ന കടമാണ്. കമേഴ്ഷ്യൽ ബാങ്കുകൾക്ക് സെൻട്രൽ ബാങ്ക് കൊടുക്കുന്ന കടമാണ്. അത് സെക്യൂരിറ്റി ഒന്നും ഇല്ലാതെ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അതേസമയം റെപ്പോ റേറ്റ് എന്ന് പറഞ്ഞാൽ സെൻട്രൽ ബാങ്കുകൾ ഇറക്കുന്ന ബില്ലുകൾ കൊമേഴ്ഷ്യൽ ബാങ്കുകൾ അവരുടെ പണപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി അവരിറക്കുന്ന ബില്ലുകൾ വാങ്ങിച്ചുകൊണ്ട് അവർക്ക് പണം കൊടുക്കുന്നതാണ്. സെക്യൂരിറ്റീസ് മേടിച്ചുകൊണ്ട് അതിന് പണം കടം കൊടുക്കുന്നതാണ് റിപ്പോ റേറ്റ്. അപ്പോൾ അത് സെക്യൂരിറ്റീസിന്റെ ബേസിലാണ് അവിടെ പൈസ കടം കൊടുക്കുന്നത്. ഇതിനെയാണ് നമ്മൾ റിപ്പോ റേറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ റിവേഴ്സ് റിപ്പോ എന്ന് പറഞ്ഞാൽ എന്താണ്? നേരെ തിരിച്ച്. റിപ്പോയുടെ നേരെ തിരിച്ചാണ് റിവേഴ്സ് റിപ്പോ റേറ്റ്. അതായത് ഇവിടെ എന്താണ്? RBI അല്ലെങ്കിൽ സെൻട്രൽ ബാങ്ക് കമേഴ്ഷ്യൽ ബാങ്കുകളിൽ നിന്ന് പണം മേടിക്കുകയാണ്. അപ്പോൾ റിപ്പോ റേറ്റും റിവേഴ്സ് റിപ്പോ റേറ്റും തമ്മിൽ പറഞ്ഞാൽ റിപ്പോ റേറ്റ് ഈസ് ദ റേറ്റ് അറ്റ് വിച്ച് ദ RBI ലെൻഡ് മണി ടു കമേഴ്ഷ്യൽ ബാങ്ക്സ് ബൈ ഡിസ്കൗണ്ടിങ് ദെയർ ബിൽസ്, ബൈ പർച്ചേസിങ് ദെയർ ബിൽസ്. On the other hand, reverse repo rate is the rate at which RBI or the central bank borrow money from commercial banks by the selling its bills. അവർ RBI ഇറക്കിയ സെക്യൂരിറ്റികൾ കമേഴ്ഷ്യൽ ബാങ്കിന് കൊടുത്തുകൊണ്ട് ആ കമേഴ്ഷ്യൽ ബാങ്കിൽ നിന്ന് പണം എടുക്കുന്ന സമ്പ്രദായം, കമേഴ്ഷ്യൽ ബാങ്കിൽ നിന്ന് പണം ബോറോ ചെയ്യുന്നതിനെ റേറ്റിനെയാണ് റിവേഴ്സ് റിപ്പോ റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ ഈ റിവേഴ്സ് റിപ്പോ റേറ്റും നമ്മൾ ഇപ്പോഴത്തെ റിപ്പോ റേറ്റ് എന്ന് പറയുന്നത് 4% ആണ്. റിവേഴ്സ് റിപ്പോ റേറ്റ് എന്ന് പറയുന്നത് ഇപ്പോഴത്തെ 3.35% ആണ്.
ഇങ്ങനെ അതും മാറ്റിക്കൊണ്ട് സെൻട്രൽ ബാങ്ക് തന്നെ ഈ മറ്റൊരു ടൂളായിട്ട് ഉപയോഗിക്കാം. ഇങ്ങനെ 4 ടൂൾസുകളാണ് പ്രധാനമായിട്ടും ക്വാണ്ടിറ്റേറ്റീവ് ടൂൾസ് ആയിട്ടുള്ളത്. അപ്പോൾ ഒന്ന് ബാങ്ക് റേറ്റ്, രണ്ടാമത് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ്, മൂന്നാമത്തത് ക്യാഷ് റിസർവ് റേഷ്യോ, നാലാമത്തത് റിപ്പോ റേറ്റ് ആൻഡ് റിവേഴ്സ് റിപ്പോ റേറ്റ്. ഇനി നമ്മൾ രണ്ടാമത്തെ ടൈപ്പ് മോണിറ്ററി പോളിസിയുടെ ടൂൾസാണ് ക്വാളിറ്റേറ്റീവ് ടൂൾസ്. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞു, നമ്മൾ ക്വാണ്ടിറ്റീനെയാണ് ക്രെഡിറ്റ് നിയന്ത്രിക്കുന്നത്. പക്ഷേ ക്വാളിറ്റേറ്റീവ് ടൂൾസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ക്രെഡിറ്റിന്റെ ക്വാളിറ്റിയാണ്. ക്രെഡിറ്റ് എങ്ങനെയാണ് പോകുന്നത്, ഏത് ചാനലിലേക്കാണെങ്കിൽ ഏത് വഴിക്കാണ് ക്രെഡിറ്റ് കൊടുക്കുന്നത്, അങ്ങനെയുള്ള ക്രെഡിറ്റിന്റെ ആ ചാനൽ അല്ലെങ്കിൽ ഏത് മേഖലയിലേക്കാണ് ക്രെഡിറ്റ് പോകുന്നത്, അതിന്റെ ക്വാളിറ്റീനെ നിയന്ത്രിക്കുന്നതാണ് ഈ ക്വാളിറ്റേറ്റീവ് ടൂൾസ് എന്ന് പറയുന്നത്. അത്ര ശക്തമല്ല, എന്നാലും വളരെ സാഹചര്യങ്ങളിൽ അത് സെൻട്രൽ ബാങ്ക് അത് ഉപയോഗിക്കുന്നു. പ്രധാനമായിട്ടും ക്വാളിറ്റേറ്റീവ് ടൂൾസും 4 എണ്ണമാണുള്ളത്. ഒന്നാമത്തേന്ന് പറയുന്നത് അത് റെഗുലേഷൻ ഓഫ് കൺസ്യൂമർ ക്രെഡിറ്റ് ആണ്. കൺസ്യൂമർ ക്രെഡിറ്റ് അതായത് ഇവിടെ സെൻട്രൽ ബാങ്ക് സ്ട്രിക്റ്റ് ആയിട്ട് പറയുന്നു, അതായത് പ്രൊഡക്റ്റീവ് പർപ്പസിന് വേണ്ടി മാത്രമേ ലോൺ കൊടുക്കാവുള്ളൂ. അനാവശ്യമായിട്ട് വെറുതെ ലോൺ കൊടുക്കരുത്. ഇന്ന ആവശ്യങ്ങൾ വ്യക്തമായ രീതിയിലുള്ള പ്രൊഡക്റ്റീവ് പർപ്പസ്, അതായത് ഏതെങ്കിലും ഒരു ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റിനോ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു പ്രോജക്റ്റിനോ ഒക്കെ വേണ്ടിയിട്ട് മാത്രമേ ലോൺ കൊടുക്കാവുള്ളൂ. അല്ലാതെ എല്ലാ ആവശ്യങ്ങൾക്കും വെറുതെ ഒന്നും ലോൺ കൊടുക്കരുത് എന്ന് പറയുന്ന സ്ട്രിക്റ്റ് ആയിട്ട് സെൻട്രൽ ബാങ്ക് പറയുന്നതിനെയാണ് നമ്മൾ പറയുന്നത് റെഗുലേഷൻ ഓഫ് കൺസ്യൂമർ ക്രെഡിറ്റ്. അപ്പോൾ ക്രെഡിറ്റിനെ സെൻട്രൽ ബാങ്ക് ഇവിടെ റേഷൻ ചെയ്യുകയാണ്. അതായത് ഇന്ന ആവശ്യങ്ങൾക്ക് മാത്രമേ ക്രെഡിറ്റ് കൊടുക്കാവുള്ളൂ, വായ്പ കൊടുക്കാവുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് കമേഴ്ഷ്യൽ ബാങ്കുകളെ സ്ട്രിക്റ്റ് ആയിട്ട് ഇൻസിസ്റ്റ് ചെയ്യുന്ന സമ്പ്രദായത്തിനെയാണ് ഇവിടെ റേഷനിങ് ഓഫ് ക്രെഡിറ്റ് അല്ലെങ്കിൽ റെഗുലേഷൻ ഓഫ് കൺസ്യൂമർ ക്രെഡിറ്റ് എന്ന് പറയുന്നത്. രണ്ടാമതെന്ന് പറയുന്നത് ഫിക്സേഷൻ ഓഫ് മാർജിൻ. ഒരു മാർജിൻ ഫിക്സ് ചെയ്യുക. മാർജിൻ എന്ന് പറഞ്ഞാൽ മാർജിൻ ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ മാർക്കറ്റ് വാല്യൂ ഓഫ് എ സെക്യൂരിറ്റി ആൻഡ് ദ എമൗണ്ട് ഓഫ് ലോൺ സാങ്ഷൻഡ്. അതായത് സാധാരണഗതിയിൽ കമേഴ്ഷ്യൽ ബാങ്കുകൾ വായ്പ കൊടുക്കുമ്പോൾ ഒരു സെക്യൂരിറ്റി ഈടായിട്ട് മേടിക്കുന്നു. ആ സെക്യൂരിറ്റിയുടെ മാർക്കറ്റ് വാല്യൂവിന്റെ നിശ്ചിത ശതമാനം വരെയാണ് കൊടുക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ എന്തെങ്കിലും ഒരു വീടൊക്കെ വസ്തു അല്ലെങ്കിൽ പണയം വെച്ച് ലോൺ എടുക്കുകയാണെങ്കിൽ അതിന്റെ മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത് ഒരു പക്ഷേ 50 ലക്ഷം രൂപയാണെങ്കിൽ അതിന്റെ ഒരു ഇത്ര ശതമാനം വരെ, മുഴുവൻ തുകയും കൊടുക്കില്ല, മാർക്കറ്റ് വാല്യൂട്ട് 100% കൊടുക്കില്ല, അതിന്റെ ഒരു നിശ്ചിത ശതമാനം വരെ 50 ലക്ഷം രൂപ വരെയുള്ള ഒരു പ്രോപ്പർട്ടി ആണെങ്കിൽ ഒരു 30 ലക്ഷം 35 ലക്ഷം ഒക്കെ വരെ സാധാരണഗതിയിൽ കമേഴ്ഷ്യൽ ബാങ്കുകൾ വായ്പ അനുവദിക്കും. ഇതിങ്ങനെ കൂട്ടാനും കുറയ്ക്കാനുമുള്ള സ്വാതന്ത്ര്യം സെൻട്രൽ ബാങ്കിനുണ്ട്. അതായത് ഇതിൽ മാർജിൻ എന്ന് പറയുന്നത് ഈ ഡിഫറൻസ് ആണ്. ഈ മാർക്കറ്റ് വാല്യൂ ഓഫ് സെക്യൂരിറ്റിയും എമൗണ്ട് ഓഫ് ലോൺ സാങ്ഷനും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. ഇവിടെ നമ്മളിപ്പോൾ 15 ലക്ഷം രൂപ എന്ന് കണ്ടു. 50 ലക്ഷം രൂപയുടെ പ്രോപ്പർട്ടിക്ക് 35 ലക്ഷം ലോൺ കൊടുത്താൽ 15 ലക്ഷം രൂപയുടെ ഡിഫറൻസ് ഉണ്ട്. അങ്ങനെ ആ ഡിഫറൻസിനെയാണ് നമ്മൾ മാർജിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ മാർജിൻ കൂട്ടാനും കുറയ്ക്കാനുമുള്ള സ്വാതന്ത്ര്യം സെൻട്രൽ ബാങ്കിനുണ്ട്. അതിനെയാണ് ഫിക്സേഷൻ ഓഫ് മാർജിൻ എന്ന് പറയുന്നത്. അത് മാർജിൻ ചിലപ്പോൾ 80% അല്ലെങ്കിൽ 80% അല്ലെങ്കിൽ 70%, 90% എന്നൊക്കെ ഫിക്സ് ചെയ്യാൻ വരെയുണ്ട്. 90% മാർജിനെങ്കിൽ മാർക്കറ്റ് വാല്യൂവിന്റെ 90% വരെ ലോൺ കൊടുക്കാം. അല്ലേ? 1 കോടി രൂപ ഉള്ള പ്രോപ്പർട്ടി ആണെങ്കിൽ 90 ലക്ഷം വരെ ലോൺ കൊടുക്കാം. ഇപ്പോൾ സെൻട്രൽ ബാങ്ക് അതാണ് ഫിക്സ് ചെയ്തിരിക്കുന്നതെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഓൺ ദി അതർ ഹാൻഡ് ഇപ്പോൾ സെൻട്രൽ ബാങ്ക് ഈ മാർജിൻ ഫിക്സ് ചെയ്തിരിക്കുന്ന 60% ഉള്ളൂ എന്ന് വിചാരിക്കുക. അപ്പോൾ എത്രയാണ്? 1 കോടിയുടെ പ്രോപ്പർട്ടി ആണെങ്കിൽ 60 ലക്ഷമേ ലോൺ കൊടുക്കാൻ പറ്റുള്ളൂ. കാര്യം നിങ്ങൾക്ക് മനസ്സിലായി? 60 ലക്ഷമേ അപ്പോൾ ലോൺ കൊടുക്കാൻ പറ്റുള്ളൂ 1 കോടിയുടെ പ്രോപ്പർട്ടി ആണെങ്കിൽ. ദ മാർജിൻ ഈസ് 60%. ഓൺ ദി അതർ ഹാൻഡ് ദ മാർജിൻ ഈസ് 80%. മാർജിൻ 80% ആണെങ്കിലോ 1 കോടിയുടെ പ്രോപ്പർട്ടി ആണെങ്കിൽ 80 ലക്ഷം വരെ ലോൺ കൊടുക്കാം. അപ്പോൾ ഈ മാർജിൻ ഇങ്ങനെ കൂട്ടാനും കുറയ്ക്കാനുമുള്ള സ്വാതന്ത്ര്യം സെൻട്രൽ ബാങ്കിനുണ്ട്. ഇതിനെയാണ് മാർജിൻ, ഫിക്സേഷൻ ഓഫ് മാർജിൻ എന്ന് പറയുന്നത്. മൂന്നാമത്തേതെന്ന് പറയുന്നത് മോറൽ സൊല്യൂഷൻ. അത് സെൻട്രൽ ബാങ്ക് അഡ്വൈസ് ചെയ്യുന്നതാണ്. സെൻട്രൽ ബാങ്ക് കമേഴ്ഷ്യൽ ബാങ്കുകൾ അഡ്വൈസ് ചെയ്യും. നിങ്ങൾ അത് ഒരു ഫോം ഓഫ് അഡ്വൈസ് ആണ്, അല്ലേ? സാധാരണഗതിയിൽ ഈ വഴിതെറ്റി പോകുന്നത് കണ്ടു കഴിഞ്ഞാൽ അവരെ കുട്ടികളെ മുതിർന്നവർ ശാസിക്കുന്ന പോലെ ഇങ്ങനെയൊന്നും ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു അഡ്വൈസാണ്. നിങ്ങൾ ഇതേ രീതിയിലുള്ള ലെൻഡിങ് ഒന്നും ഫോളോ ചെയ്യരുത്, നിങ്ങളുടെ ലെൻഡിങ് ഫോളോ അല്ലെങ്കിൽ ലോൺ കൊടുക്കുന്ന രീതി തെറ്റാണ്, അങ്ങനെയൊക്കെ പറഞ്ഞ് സെൻട്രൽ ബാങ്ക് ഓരോ അഡ്വൈസ് ഒരു ലെറ്ററൊക്കെ ആയിട്ടോ അങ്ങനെയുള്ള അഡ്വൈസ് കൊടുക്കുന്നതിനെയാണ് മോറൽ സൊല്യൂഷൻ എന്ന് പറയുന്നത്. മോറൽ സൊല്യൂഷൻ ഇസ് എ ഫോം ഓഫ് അഡ്വൈസ് ബൈ ദ സെൻട്രൽ ബാങ്ക് ടു കമേഴ്ഷ്യൽ ബാങ്ക്സ്. അവസാനത്താണ് ഡയറക്റ്റ് ആക്ഷൻ. അത് വളരെ അപൂർവ സാഹചര്യങ്ങളിൽ എടുക്കാറുള്ളൂ. ഡയറക്റ്റ് ആക്ഷൻ എന്ന് പറഞ്ഞാൽ ആ ബാങ്കുമായിട്ടുള്ള എല്ലാ റിലേഷൻഷിപ്പും സെൻട്രൽ ബാങ്ക് കട്ട് ചെയ്യുന്നതാണ്. സെൻട്രൽ ബാങ്ക് വിൽ കട്ട് ഓൾ ദ എക്കണോമിക് റിലേഷൻഷിപ്പ് വിത്ത് ദ കമേഴ്ഷ്യൽ ബാങ്ക് എന്ന് പറഞ്ഞാൽ അതിന് പിന്നെ ഒരു പൈസ പോലും പിന്നെ കടം കൊടുക്കൂല.
യാതൊരു കാരണവശാലും ആ ബാങ്കുമായിട്ട് സെൻട്രൽ ബാങ്കിന് യാതൊരു ബന്ധവും ഉണ്ടാവില്ല. അതിന് പിന്നെ പൈസ കടം കൊടുക്കില്ല, ആ ബാങ്കിനെ അക്കോമഡേറ്റ് ചെയ്യില്ല, ഏറ്റെടുക്കില്ല. അങ്ങനെ ആ ബാങ്കുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും അവസാനിപ്പിക്കുന്ന സമ്പ്രദായമാണ് ഡയറക്റ്റ് ആക്ഷൻ. വളരെ അപൂർവ സാഹചര്യങ്ങൾ മാത്രമേ ഇതിനെടുക്കാറുള്ളൂ. ഇങ്ങനെ 4 മെത്തേഡുകളാണ് ക്വാളിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ അല്ലെങ്കിൽ ക്വാളിറ്റേറ്റീവ് വെപ്പൺസ് ഓഫ് മോണിറ്ററി പോളിസി ആയിട്ട് ഉള്ളത്. അപ്പോൾ ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? 1, റെഗുലേഷൻ ഓഫ് കൺസ്യൂമർ ക്രെഡിറ്റ്. 2, ഫിക്സേഷൻ ഓഫ് മാർജിൻ. 3-മത്തേത് മോറൽ സ്യൂഷൻ. 4-മത്തേത് ഡയറക്റ്റ് ആക്ഷൻ. ഇങ്ങനെ 4 മെത്തേഡുകളാണ് മോണിറ്ററി പോളിസിയുടെ ക്വാളിറ്റേറ്റീവ് വെപ്പൺസ് ആയിട്ട് ഉള്ളത്. ഇനി അവസാനമായിട്ട് നമുക്ക് ഒരു കാര്യം കൂടി അറിയാനുണ്ട്. 2 രീതിയിലുള്ള മോണിറ്ററി പോളിസിയാണ് പ്രധാനമായിട്ടുള്ളത്: എക്സ്പാൻഷറി മോണിറ്ററി പോളിസി ആൻഡ് കോൺട്രാക്ഷണറി മോണിറ്ററി പോളിസി. അതായത് എക്സ്പാൻഷറി മോണിറ്ററി പോളിസി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ സാധാരണഗതിയിൽ ഒരു സെൻട്രൽ ബാങ്ക് ഒരു ബൂം പീരിയഡിൽ, ഇക്കണോമിക് ആക്ടിവിറ്റി വളരെ ഹൈ ആയിരിക്കുന്ന പീക്ക് സ്റ്റേജിൽ അല്ലെങ്കിൽ ബൂം പീരിയഡിൽ, അല്ലെങ്കിൽ ഇൻഫ്ലേഷനൊക്കെ വളരെ ഹൈ ആയിട്ട് നിൽക്കുന്ന അവസ്ഥയിൽ സെൻട്രൽ ബാങ്ക് ഇക്കണോമിക് ഗ്രോത്ത് വളരെ കൂടുതലുള്ള ബൂം പീരിയഡിലോ ഇൻഫ്ലേഷൻ ഹൈ ആയിട്ട് നിൽക്കുന്ന അവസ്ഥയിലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ അഡോപ്റ്റ് ചെയ്യുന്ന മോണിറ്ററി പോളിസിനെയാണ് എക്സ്പാൻഷറി മോണിറ്ററി പോളിസി എന്ന് പറയുന്നത്. എക്സ്പാൻഷറി മോണിറ്ററി പോളിസി എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ റേറ്റുകളെല്ലാം ആദ്യമേ നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് ടൂൾസ് ആയിട്ട് കുറേ കണ്ടു. ബാങ്ക് റേറ്റ്, അതെല്ലാം അങ്ങനെയുള്ള എല്ലാ റേറ്റുകളും കൂട്ടുന്നു. ഓൾ ദീസ് റേറ്റ് വിൽ ഇൻക്രീസ്. ബാങ്ക് റേറ്റ്, അതുപോലെ തന്നെ ഓപ്പൺ മാർക്കറ്റ് സെക്യൂരിറ്റീസിന്റെ റേറ്റ്, റിസർവ് റേഷ്യോ കൂട്ടുന്നു, റിപ്പോ റേറ്റും റിവേഴ്സ് റിപ്പോ റേറ്റും എല്ലാം കൂട്ടുന്നു. അങ്ങനെ എല്ലാം കൂട്ടുന്ന ഒരു പോളിസിയാണ് എക്സ്പാൻഷറി മോണിറ്ററി പോളിസി. അപ്പോൾ ആ റേറ്റ് കൂട്ടുന്നതിന്റെ ഫലമായിട്ട് എന്താണ്? ഇക്കോണമിയിലെ പണത്തിന്റെ ലഭ്യത കുറയും, ആളുകൾ കൂടുതൽ പണം ബാങ്കിലിടും, ഇക്കോണമിയിൽ പണത്തിന്റെ പ്രവാഹം കുറയും. അപ്പോൾ എക്സ്പാൻഷറി മോണിറ്ററി പോളിസി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അവിടെ ക്രെഡിറ്റിനെ നിയന്ത്രിക്കുക, അമിതമായ പണപ്രവാഹം അല്ലെങ്കിൽ മണി സപ്ലൈ ഇക്കോണമിയിൽ ഉണ്ടാകാതെ തടയുക എന്നുള്ളതാണ് എക്സ്പാൻഷറി മോണിറ്ററി പോളിസിയുടെ ഉദ്ദേശം. അപ്പോൾ ബൂം പീരിയഡിൽ അല്ലെങ്കിൽ ഇൻഫ്ലേഷൻ ടൈമിൽ പണത്തിന്റെ സപ്ലൈ വളരെ കൂടുതലാണ്. അപ്പോൾ അത്രയും സപ്ലൈ ആവശ്യമില്ല, കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകും. അപ്പോൾ അത് നിയന്ത്രിക്കണം. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ഈ എക്സസ് മണി സപ്ലൈ മൊത്തം ബാങ്കിലേക്ക് ആൾക്കാർ വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ഇൻട്രസ്റ്റ് റേറ്റ് എല്ലാം കൂട്ടണം. ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടുമ്പോൾ ആൾക്കാർ പണം കൊണ്ടുപോയി ബാങ്കിലിടും. അതിന്റെ അർത്ഥം ഇക്കോണമിയിൽ കൊടുക്കുന്ന പണത്തിന്റെ ലഭ്യത കുറയും. അത് മാത്രമല്ല ലോൺ എടുക്കുന്നതും കുറയുകയും ചെയ്യും. ആൾക്കാർ കാശ് കൊണ്ടിരുന്നത് മാത്രമല്ല, ഇൻട്രസ്റ്റ് റേറ്റ്, when the interest rate increases, the loan taken by the people also decreased. അപ്പോൾ അങ്ങനെ 2 രീതിയിലും ഇക്കോണമിയിൽ പണത്തിന്റെ ലഭ്യത കുറയുന്ന സിറ്റുവേഷനാണ് നമുക്ക് കാണാനായിട്ട്. ഇത് അഡോപ്റ്റ് ചെയ്യുന്നത് ബൂം പീരിയഡിലോ അല്ലെങ്കിൽ ഇൻഫ്ലേഷൻ ടൈമിലോ ആണ്. 2-മത്തെ ടൈപ്പ് മോണിറ്ററി പോളിസിയാണ് കോൺട്രാക്ഷണറി മോണിറ്ററി പോളിസി. ഇത് നേരെ തിരിച്ച് ഒരു ഡിപ്രഷൻ ടൈമിലോ അല്ലെങ്കിൽ ഡീഫ്ലേഷൻ, ഇക്കോണമിയിൽ പണച്ചുരുക്കം ഉണ്ടാകുമ്പോഴോ അഡോപ്റ്റ് ചെയ്യുന്ന പോളിസിയാണ്. നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞ റേറ്റുകളെല്ലാം കുറയ്ക്കുന്നു. ബാങ്ക് റേറ്റ് കുറയ്ക്കുന്നു, റിസർവ് റേഷ്യോ കുറയ്ക്കുന്നു, റിവേഴ്സും റിപ്പോ റേറ്റും എല്ലാം കുറയ്ക്കുന്നു. ഇപ്പോൾ സെൻട്രൽ ബാങ്ക് അഡോപ്റ്റ് ചെയ്തിരിക്കുന്ന പോളിസി അതാണ്. എല്ലാ റേറ്റുകളും കുറച്ചിരിക്കുകയാണ്, ഇൻട്രസ്റ്റ് റേറ്റ് ഒക്കെ കുറയ്ക്കുന്നു. അപ്പം അതിൻ്റെ ഉദ്ദേശം എന്താണ്? ഇക്കോണമിയിലേക്ക് പണത്തിന്റെ ലഭ്യത വരുത്തുക, ആൾക്കാരെ കൊണ്ട് ലോൺ എടുക്കുന്നത് പ്രോത്സാഹിപ്പിക്കുക, ഇക്കോണമിയിൽ പണത്തിന്റെ ലഭ്യത കൂടണം. അപ്പോൾ പ്രൊമോട്ട് ടേക്കിംഗ് ഓഫ് ലോൺസ്, അറ്റ് ദ സെയിം ടൈം ആളുകൾ പണം ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് കുറയുകയുമാണ്. ഇതാണ് ഈ കോൺട്രാക്ഷണറി മോണിറ്ററി പോളിസിയുടെ ഉദ്ദേശം. കോൺട്രാക്ഷണറി മോണിറ്ററി പോളിസി അഡോപ്റ്റ് ചെയ്യുന്നത് ഇങ്ങനെയുള്ള ഡിപ്രഷൻ ടൈമിൽ അല്ലെങ്കിൽ ഡിഫ്ലേഷൻ ടൈമിലാണ്. അതിന്റെ ഉദ്ദേശം മണി സപ്ലൈ കൂട്ടുക എന്നുള്ളതാണ്, ഇൻക്രീസ് മണി സപ്ലൈ. സോ ദ എയിം ഓഫ് contractionary monetary policies to increase money supply in the economy. At the same time, the aim of expansionary monetary policy is to reduce money supply in the economy. ഇത്രയാണ് മോണിറ്ററി പോളിസിനെ പറ്റി മനസ്സിലാക്കേണ്ടത്. I think you have understood. Thank you.